ഇരിക്കൂറിൽ മിനി സിവിൽ സ്റ്റേഷന് സർക്കാർ അനുമതിയായെങ്കിലും നടപടികൾ ഇഴയുന്നു. ഉത്തരവിറങ്ങി മാസങ്ങളായിട്ടും പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും തുടങ്ങിയിട്ടില്ല. മിനി സിവിൽ സ്റ്റേഷൻ പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇരിക്കൂറിന്റെയും മലയോര കുടിയേറ്റ മേഖലയുടെയും ചിരകാല സ്വപ്നമാണ് മിനി സിവിൽ സ്റ്റേഷൻ. ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയോരത്ത് സബ് രജിസ്ട്രാർ ഓഫീസിന് പിൻഭാഗത്ത് വില്ലേജ് ഓഫീസ്, തകർച്ചയിലായ പോലീസ് ക്വാർട്ടേഴ്സ് എന്നിവ സ്ഥിതി ചെയ്യുന്ന 1 ഏക്കറിലധികം സ്ഥലത്താണ് ഇരിക്കൂർ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യമുയരുന്നത്. എല്ലാ ഓഫീസുകളും ഒരു കുടക്കീഴിലാകുമ്പോൾ മലയോര ജനതയ്ക്ക് അത് ഏറെ ആശ്വാസമാകും. ഇവിടെയുള്ള സർക്കാർ ഓഫീസുകൾ മിക്കതും സ്വകാര്യ വ്യക്തികളുടെ വാടക കെട്ടിടത്തിലാണ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, അതേപോലെ KSEB ഓഫീസ് തുടങ്ങിയിട്ടുള്ള, അതേപോലെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം, പഞ്ചായത്ത് ഓഫീസ് അടക്കം നിരവധി സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടത്തിലാണ്, വാടക കെട്ടിടത്തിലാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയോട് തൊട്ട് കിടക്കുന്ന ഇരിക്കൂർ ബസ് സ്റ്റാൻഡിന് തൊട്ട് കിടക്കുന്ന ഒരു ഏക്കർ സ്ഥലം റവന്യൂ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെയും പോലീസ് വകുപ്പിൻ്റെയും 1 ഏക്കർ സ്ഥലം വിശാലമായി കിടക്കുകയാണ്. എന്നാൽ ഇവിടെ പ്രവർത്തിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് 136 വർഷം പഴക്കമുള്ള പഴയ രജിസ്റ്റർ ഓഫീസും കെട്ടിടവുമാണ്. മിനി സിവിൽ സ്റ്റേഷനായി സ്ഥലപരിശോധനയ്ക്ക് ഉത്തരവിറങ്ങുകയും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ 1 വർഷമായിട്ടും മറ്റ് നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല. ഏറെ പഴക്കമുള്ള കെട്ടിടത്തിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓഫീസിലേക്ക് എത്താൻ കൃത്യമായ വഴിയുമില്ല. ഇരിക്കൂർ AE ഓഫീസാകട്ടെ വാടക കെട്ടിടത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. ഉടൻ സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.